സന്തോഷത്തിലാണ്. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആട്ടത്തിന്റെ ഒരു ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. ഹരി എന്ന കഥാപാത്രമാകാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനയനോടുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാവും. ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു ഒരു നന്മയുള്ള ഒരുപാട് ഇവരുടെ കുറെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ, ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു ശ്രമം മാത്രമല്ല, ഇതിനുള്ളിലൊരു ഉഗ്രൻ ക്ലാസ് സിനിമയുണ്ടെന്നുള്ള കാര്യം എന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ പഠിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ കൈഡി ആനന്ദകർഷി എന്ന് പറയുന്ന ഫിലിം മേക്കറിനുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരു കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചതല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗംഭീര ഫിലിം മേക്കറാണ് ആനന്ദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആനന്ദ് പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്നുള്ളത്, അതല്ല സത്യം. കാരണം അവരങ്ങനെ ഒരു അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ്. നമ്മള് അറിയല്ലേ, എന്റെ ഒരു സ്വഭാവം നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാരണം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാൻ, നെഗറ്റീവ് വൈബുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇവരെല്ലാവരും വളരെ പോസിറ്റീവ് വൈബുള്ള, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ടീം ആയെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുകയും സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യം, ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു, ഒരു ശ്രമമായിരുന്നു, ഒരു നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ്. പിന്നെ മഹേഷിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് ആട്ടത്തിന് എഡിറ്ററിന് ബെസ്റ്റ് ഡയറക്ടർ എഡിറ്ററിനുള്ള അവാർഡ് കിട്ടുന്ന ഞാൻ ഈ മഹേഷിന്റെ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിറ്റുപുതറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും മഹേഷിനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാര്യം എവിടെയെങ്കിലും ഒക്കെ പുറകെ പോയി നിൽക്കുന്ന ഒരാളായിരിക്കും. അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നു എഡിറ്റർ എന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ഇപ്പം ആനന്ദ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ മഹേഷ് അല്ല ശരിക്കും സംസാരിക്കുന്നത്, മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളുമായിരുന്നു. അപ്പൊ നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ 100% കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് ഫ്രണ്ടിലോട്ട് വരണമെന്നില്ല, ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭീര എഡിറ്റർ. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ടീമിന്റെ ഒപ്പം വരാൻ കഴിഞ്ഞതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും. ആട്ടത്തിന് നിങ്ങൾ നൽകിയ പിന്നെ ഒരു പ്രത്യേക നന്ദി സിനിമാക്കാരോട് പറയാനുള്ളൂ. ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവർ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല, സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ, അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര്, നമ്മുടെ റിവ്യൂ പറയുന്നവര്, അതുപോലെ തന്നെ സിനിമയിലെ തന്നെ അഭിനേതാക്കള്, നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര്, ഇതിനേറെ പറയുന്നത് മമ്മൂക്ക. ഇന്ന് കണ്ടപ്പോഴും മമ്മൂക്ക എന്നോട് പറയായിരുന്നു, ഞാൻ അതേ പറഞ്ഞില്ലേ ഇതൊരു ഗംഭീര സിനിമയാവുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് മമ്മൂക്ക തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന മലയാള സിനിമാ പ്രവർത്തകരുണ്ട്, പ്രേക്ഷകരുണ്ട്, റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ സമയത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ മൈക്ക്